ഈസി ഗെയിം ആയിരുന്നു അല്ലേ അണ്ണാ? എടാ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ ഗൈസ്, നമ്മൾ ഈ ഗെയിം വെറുതെ കീരി എവിടെന്നോ തപ്പി പിടിച്ചോണ്ട് വന്ന് കളിച്ചതാണ് ഈ ഗെയിം. ഈ ഗെയിമിന്റെ സ്ട്രീമിന് ശേഷം ഇൻസ്റ്റഗ്രാമില് ഇത് മൊത്തം ഇത് തന്നെയായിരുന്നു. അത് ഞാൻ കളിക്കണതല്ല, ആരൊക്കെയോ കളിക്കണേ, റാൻഡം ആൾക്കാർ കളിക്കണോ, അത് ട്രെൻഡിങ് ആയി. അത് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇതിന്റെ കുറെ ഉണ്ടോ, ഏതൊക്കെയോ മോഡലുണ്ട് ഇതിന്റെ ഗെയിംസ്. ഭയങ്കര ഹാപ്പിനെസ് ഗെയിം കളിക്കുമ്പോ, സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. നിങ്ങളെ കണ്ടതല്ലേ സ്ട്രീമിൽ തന്നെ. ഗൂഗിൾ ഗെയിമിംഗ് റിലീഫ് സ്ട്രെസ്. സത്യം. Are you sure? Sure. ഏത് തൊട്ടാലും പൈസ. എടാ ഇത് ബെർസക്കർ എന്നെ പണി കളഞ്ഞടാ എന്നെ, സത്യം പറയാലോ ഗൈസ്. സത്യം പറയാം, ബെർസക്കർ എന്ന് പറയുന്ന ഗെയിം ഉണ്ടല്ലോ, എന്റെ ജീവിതം എന്നെ. പക്ഷെ എനിക്ക് തീർത്തപ്പോ കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഇരട്ട പ്രസവിച്ച സുഖമായിരുന്നു എനിക്ക്. ബായി അല്ല ഗേളും അല്ല, നിന്നെ പോലെ പ്രശ്നം എനിക്ക് കിട്ടിയത്. ബായി അല്ല ഗേളല്ല. അപ്പൊ ഏതാന്ന് നീ ആലോചിച്ച് നോക്ക്. ബായി അല്ല ഗേളല്ലേ, ബായും ഗേളും. I can't believe this. Statues got moving. Statue of Liberty. എന്ത് സാധനമൊക്കെ അല്ലേ അത്. സായിപ്പേ ലൈവിൽ ഇരുന്ന് കുറച്ച് പാട്ട് പാടുകണക്ക് അവന് തന്നെ അറിഞ്ഞൂടാ അവരെന്തൊക്കെയാ പാടുന്നത് കേട്ടാ. കുറെ പാട്ട് എഴുതി ആള്, കുറെ പാട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. കുറച്ച് പാട്ടുകൾ പുള്ളി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഇടക്കിടെ ഞാൻ പറഞ്ഞ ഡിസ്കോ ട്രോൾസിൽ ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അടുത്തിരുന്ന് മൂളല്ലെന്ന്. എന്താ BMW എയറില്ല മേടിച്ചോ തൊട്ട് ഞാൻ എയറില്ല. കൊള്ളാം. നൈസ് അണ്ണാ, കൊള്ളാമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എന്താടാ ഞാൻ വിചാരിച്ചത് എന്തോ കാട്ടിലെ ഭാഷ എന്തോ ആൾക്കാരെ പഠിപ്പിക്കുമായിരിക്കും. ആള് ഫോണൊക്കെ നോക്കി കാട്ടുഭാഷ ആൾക്കാരിലേക്ക് എത്തിക്കുന്നേ. ಮರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ഒരു ഡൗട്ട്, അവൻ എന്തിനാ ആദ്യം ABCD എഴുതി കളിച്ചത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്പേഴ്സ് ഇത്ര ആയിരുന്നു 1 2 3.
അതെന്തിനാണെന്നാണ് ഞാനും ആലോചിച്ചത്. ലാസ്റ്റ് അത് കാണാനില്ല. പക്ഷെ നോക്കണം എന്ത് രസമുണ്ടല്ലേ. അതന്നെ വിഷയം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഈ പാട്ടിന്റെ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ടോ? മതേതരത്വ കമന്റ് ബോക്സ് ആണ് ഈ പാട്ടിന്റെ. ഈ പാട്ടിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടേക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് ഞാൻ ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് വായിക്കുമ്പോൾ പറയും ഇങ്ങനെ ഓരോരുത്തർ കമന്റ് ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കമന്റ് ബോക്സ് ഉള്ളതാണ്. ഞാൻ ഈ ഇടയ്ക്ക് ചുമ്മാ ഇരുന്ന് ആ പാട്ടിങ്ങനെ കേട്ടപ്പം അത് ഗ്രിഡ് ലൈൻ ആണെന്നോ അങ്ങനെ ABCD എഴുതുവോ നമ്പേഴ്സോ അതെനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രിഡാണ് കാൽക്കുലേഷൻ ആവും ബ്രോ. നമുക്ക് മനസ്സിലാവില്ല, ബുദ്ധി കൂടി പോയോണ്ടാണ്. അതെ നമുക്ക് ബുദ്ധി കുറച്ച് കൂടുതലായതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. നമുക്ക് എനിക്കത് മനസ്സിലായില്ല. എനിക്ക് കുറച്ച് ജോലയിലുള്ള ശിവന് ജോലയിലുള്ളതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടോ ശിവനെ? കണ്ടിട്ടുണ്ടോ? Но ты дура, ты явно. В голове не мозги, это точно. Говоришь, что хотела принцессой. У каждого разбитого снова ты стоишь. Вот как-то так, но никак иначе. Слезы на щеках, ты чё дура плачешь? Дай угадай, что с тобой случилось? Пропустила сериал. എന്താ സുഖം വരുന്നത് നിനക്ക്? പിന്നെ Просто делать глаза мои тебя не видели. ഇത് ഓക്കെ. പക്ഷെ റാമ്പ് ഒക്കെ ചെയ്ത് എനിക്ക് എന്തോന്ന് മനസ്സിലായില്ല. അത് ഹർദിക് പാണ്ഡ്യ എടുത്ത് റാമ്പ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ അവളുടെ അടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കമ്പാരിസൺ? ഇതൊക്കെ പിള്ളേർ മറ്റേ ആണ് പെണ്ണെന്നുള്ള കമ്പാരിസൺ ആണ്, മനസ്സിലായ? മറ്റേ ആ സാധനമാണ്. അങ്ങനൊന്നും ഇല്ലടാ. ഒരേ സമയം കൊച്ചുവിന്റെ ഉയർച്ചയും താഴ്ചയും കണ്ടു. കൊച്ചുവിന്റെയോ? അണ്ണാ കൂളർ എടുക്കും. കൊച്ചു നീയാണ് യഥാർത്ഥ സബ്സ്ക്രൈബർ. എന്റെ അതാണ് അവനാണ് കൊച്ചു കൊണ്ടച്ചി മന. നീ മതിക്കതെടുത്ത് വെക്കത്തിലാണ്. പാവട ഇവരെന്താ മൂഡ് സ്വിങ്സ് ഉണ്ടോ ഈ സാഹിബിന്? അയ്യോ അത് എക്സ് വൈഫ് ആണോ? ഓടാ അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. എന്തോ അവളുടെ പേര് നദാശയോ അങ്ങനെ എന്തോ അല്ലായിരുന്നോ? അതാണോ അത്? അവളാണോ അത്? നദാശ അതല്ലേ ആണോ പേര്? അങ്ങനാണ് ഈ റീല് റിലേറ്റബിൾ ആണടാ. അല്ലാതെ എനിക്ക് മനസ്സിലായില്ല. ഇത് എക്സ് വൈഫ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നടാ. എന്റെ ബാഡാണ് എന്റെ ബാഡാണ് എന്റെ ബാഡും കൂടിരിക്കുന്ന ഈ പുണ്ടശിയുടെ ബാഡുമാണ് കേട്ടാ. എനിക്ക് പെട്ടെന്ന് ആളെ കണ്ടപ്പോ മനസ്സിലായില്ല. സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. അത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരായിരുന്നു കേട്ടാ. എനിക്കത് മനസ്സിലായില്ല കണ്ടിട്ട് മനസ്സിലായില്ല പെട്ടെന്ന്. സോറി, എന്റെ ബാഡാണ്, എന്റെ മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് തിരുത്തിയേ. നടേശനാണ്. നടേശ അല്ലടാ നദാശ. നിങ്ങൾക്കറിയോ ഇന്ത്യയിൽ ലീഗലി Do you know this is a road in India which can drive at top speeds legally? ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന റോഡ് ഏതാണെന്ന്? നാട്രാക്സിലെ ഹൈ സ്പീഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി നമ്മളിപ്പോൾ ഉള്ളത് ഇൻഡോറിലുള്ള. ഇതാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് ടെസ്റ്റിംഗ് ട്രാക്ക്. അതിൽ ഹൈ സ്പീഡ് ടെസ്റ്റിംഗ് ട്രാക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ തന്നെ ഹൈ സ്പീഡ് ബാങ്കിങ്ങിലാണ് നമ്മളുള്ളത്. ഇവിടെ എല്ലാവർക്കും പോയി വണ്ടി ഓടിക്കോ? ഇത് എവിടാണെന്ന് പറഞ്ഞാ? ഈ ബാങ്കിങ് ഭയങ്കര കേർവേച്ചർ ആണ്, പക്ഷെ കാണുമ്പോ തോന്നില്ലെങ്കിലും എത്രത്തോളം ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ടോപ്പിൽ ഇപ്പൊ നമ്മൾ ഏകദേശം ഇങ്ങനെയാ നിൽക്കുന്നത്. ഏകദേശം 50 ഡിഗ്രിയോളം വരും. പറയുമ്പോ 50 ഡിഗ്രിയോ? 50 ഡിഗ്രി ഉള്ളൂന്ന് കാണിക്കും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. ഇത് കയറാനും ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് 250+ സ്പീഡ്സ് ഈസിലി അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇവര് പറയുന്ന 300 മേളിൽ പോകാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെ വന്നേക്കുന്നത് ഈ ഒരു വെഹിക്കിള് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാ. ഫോക്സ് വാഗന്റെ ഗോൾഫ് GTI, അതും Mark 8.5. ഇപ്പൊ വേൾഡ് വൈഡ് റിലീസ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ.
ഇത് എവിടെയാ കഴിച്ചത്? ഇത് എവിടെ? ഇൻഡോർ അല്ലേ? ഓ അയ്യോ നല്ല ദൂരമായിരിക്കും അല്ലേ? ഗൂഗിൾ മാപ്പിൽ എടുത്തു അളിയാ? നോക്കട്ടെ ഒരു മിനിറ്റ്. മധ്യപ്രദേശ്. Learning ഒക്കെ ഇല്ലേ? മധ്യപ്രദേശ് അളിയ. ഇപ്പൊ ഇവിടെ കൂടലിന്ന് വിട്ടാല് ആ. കൂടലിന്ന് വിട്ടാൽ കാറിൽ നോക്കട്ടെ. കാറിൽ റോഡ് വഴിയില്ലടാ. ഓ അപ്പൊ പ്ലെയിൻ തന്നെയല്ലേ? അല്ലല്ല ഉണ്ട് വഴിയുണ്ട്. ഇനി പോയിട്ട് എന്തിനാടാ? എടാ നീ എന്തിനു മണ്ടനാടാ രഘുലേ? അളിയനല്ലേ പറഞ്ഞേ? എടാ അതെങ്ങനെ നീ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണത്? ഞാൻ വിചാരിച്ചു 2044 കിലോമീറ്ററേ ഉള്ളൂ. ഒരു ഡേയും 16 മണിക്കൂറും കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്താൽ എത്തും. 41 മണിക്കൂർ കൊണ്ട് എത്താം. സൂപ്പർ അളിയ. സൂപ്പർ. 41 മണിക്കൂർ. നമ്മള് എന്ത് ചെയ്യും? എന്നിട്ട് ആ റോഡിൽ ഓടിക്കാൻ വേണ്ടിട്ട് ഞാൻ സെൽറ്റാസ് എടുത്ത് ഇറങ്ങണേ ഗൈസ്. ഞാൻ 2 ദിവസം ലൈവ് ഉണ്ടാവും. ട്രിവാൻഡ്രം ആ റോഡില് പോയാൽ മതിയല്ലേ? ഹൈവേ. എടാ റോഡിൽ സ്പീഡിങ് ചെയ്യാൻ പാടില്ലടാ. പയ്യെ ഓടിക്കണോടാ റോഡില്. മെയിൻ നമ്മുടെ അത് റോഡില് ഓപ്പൺ ചെയ്തിട്ടില്ല ആ റോഡ് അവിടെ. ആണോ? ആ. എന്നാ നീ പോയി ഓടിക്ക്. ഞാൻ MVD പറഞ്ഞുവിടാ. MS ധോണി കുഡ് നെവർ. When the best outside, little bitch, you better be ready. ഓ, ഇതാരടെ? When the best outside, little bitch, you better be ready. When the stars align. ഇത് ക്രിക്കറ്റാണോ? ഇത് ക്രിക്കറ്റ് അല്ല, ഇത് കുണ്ണയാട്ടം. പിന്നെ സ്പോർട്സ് കൗൺസിലുള്ള കളിയാണ് ക്രിക്കറ്റ്. അവിടെ ഇങ്ങനത്തെ തന്തലായി കാണിക്കണവനൊക്കെ ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? ഇവനെയൊക്കെ അറിയണം. അവനെയൊക്കെ ഇപ്പൊ ഞാൻ വരച്ചാണ് നോക്കാവോ? എടാ കൊള്ളാടാ. അടിപൊളി അടിപൊളി അടിപൊളി. കൊള്ളാം. നല്ല രസമുണ്ട്. കിടിലം നൈസറാ. വിഷയം വിടും, വിഷയം. ഹേ ബോബ്, how will he look after 70 years? ഓബാ. ChatGPTക്ക് വരെ തെറ്റിയല്ലേ? അളിയാ. ഇതാര്? ഇത് മമ്മദിക്ക. എടാ അത് മമ്മൂട്ടിയുടെ കൊച്ചിലത്തെ ഫോട്ടോ. ഓ ബൈ 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 ബൈ. എടാ ആളിയ നിനക്ക് ബുദ്ധി ഇല്ലടാ ആളിയ നിനക്ക്. അളിയാ ഞാന് ചെറുതിലുള്ള ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വലുതുള്ള ഫോട്ടോ ഇതിലും സ്റ്റീപ്പ് ആയിട്ടുള്ള ട്രാക്ക് ഉണ്ട്. അബൌട്ട് 70 ഡിഗ്രി സ്റ്റീപ്പ് ട്രാക്ക് ഔട്ട് ഓഫ് ഇന്ത്യ ആണ്. അല്ല ഞാൻ ഇന്ത്യയിലെ കാര്യമല്ലേ പറഞ്ഞു. ഞാൻ ഇന്ത്യയിലെ കാര്യമാണ് നോക്കിയത്. ഇന്ത്യയിലാണ് നമ്മൾ സെർച്ച് ചെയ്തത്. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഈ കാണുന്ന റേസിംഗ് ഈ റേസിംഗിന്റെ ഒക്കെ ട്രാക്ക് ഇത്രയും സ്റ്റീപ്പ് ആയിട്ടുള്ള ഇതിനകത്താണോ അവര് ശരിക്കും റേസ് ചെയ്യണത്? ആണോ? നീ കാണുന്ന ഏതെങ്കിലും ഒരു റേസിംഗ് സീരീസിന്റെ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞടാ. എന്താണ് അയാളുടെ പ്രൊഫഷൻ എന്നും അല്ലൻ അറിയില്ല. എന്തോ ആർട്ടിസ്റ്റ്. ടേക്ക് എ ഡീപ് ബ്രെത്ത് അലൻ. You're gonna need it. നീ കരുതിയ പോലെ ഒരു ജോബ്ലെസ് ആർട്ടിസ്റ്റോ ആംഗ്രി ബ്രദർ ഒന്നുമല്ല. കർണാടക പോലീസ് മാസങ്ങളെ യെസ് നോയും കുറെ പേര് പറഞ്ഞു. തിരയുന്ന അമറിനെ അയാൾ 48 hours കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തത് ഒരു കോയിൻസിഡൻസും അല്ല. ഇവൻ വരയ്ക്കുകയും ചെയ്യും ഇടിക്കുകയും ചെയ്യും. ആലപ്പുഴ ജിങ്കാന കണ്ടതിന് ശേഷം എനിക്ക് ബോക്സിംഗ് പഠിക്കണം. എനിക്ക് ബോക്സിംഗ് പഠിക്കണോടാ. അളിയ സത്യം പറയാല്ല, ആ. ആ മൂവി കണ്ടപ്പോ എനിക്ക് പഠിക്കണമെന്ന് തോന്നി. ആണല്ലേ? ഇപ്പൊ തന്നെ നല്ല അറബിയുടെയും നാട്ടിലത്തെ ആൾക്കാരുടെ എല്ലാം നല്ല പോലെ കിട്ടണല്ലേ? ഇനി ഇറങ്ങിപ്പോയി മേടിക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക്? അളിയ അതൊരു എക്സ്പീരിയൻസ് അല്ലേ? ഇറങ്ങിപ്പോയി അടി മേടിക്കണതാ? അളിയ ഞാൻ ഒരു കാര്യം പറയും, ഈ ബോക്സിംഗ് വെളിയിൽ നിന്ന് കാണാനൊക്കെ നല്ല രസമാണ്. അവന്മാരുടെ കയ്യിലിരിക്കുന്ന ചുണ്ണാമണി വെച്ചിട്ട് ഒരു അടി മോന്തക്ക് കിട്ടിയുണ്ടല്ലോ, ചോര തുപ്പും ഉള്ള അംശം. പിന്നെ ഓൺ ദ സ്പോട്ട് നമ്മളൊക്കെ പോയി അടി മേടിച്ച് അപ്പൊ തന്നെ വീഴും, ഒരു അംശവും ഇല്ല. ഓ മനസ്സിലായി. ഞാൻ ട്രെയിനിങ് പോകാൻ പോകുന്നു. ഞാൻ ക്ലാസ് കാണാനൊക്കെ നല്ല രസമായിരിക്കും. ഒരടിക്ക് പെടലിയും തിരിഞ്ഞ് നമ്മൾ വീഴും. അത് വരച്ചവൻ വരച്ചതാ. ഇത് മറ്റേ അളിയ വരച്ചെന്ന് പറയില്ലേ, ചുമ്മാ ഇരിക്കും. മരിച്ചെന്നല്ലടാ, പേന അളിയ വരച്ചെന്ന് പറയില്ല അങ്ങനെ. അളിയ സീരിയസ് ആയിട്ടാണ് അളിയ.
അല്ലല്ല ഇത് പുള്ളി ഇപ്പൊ സീരിയസ് അല്ല, ഇപ്പൊ വാർഡിലോട്ട് മാറ്റി. ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ജിത്തെ ചത്തില്ലെങ്കിൽ കാണാം. ഇവിടെ ഖത്തറിൽ ബോംബാണ്. ഇറാൻ ജോക്കർ ബ്രോ ഇനിയും ഖത്തറില് ഒള്ളേ അത്ര സീനാണ്. ഖത്തർ സീനായ ജഹ്റോ അവിടുന്ന് പ്ലെയിൻ കയറി ഇവിടെ വാ, ഇവിടെ സേഫാണ് അലൈനില്. മിസൈൽ വീഴുന്ന സമയത്ത് പിന്നെ എയർപോർട്ട് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ എയർ സ്പേസ് ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലടാ. അടി എടാ ഹരീഷ്, ഞാൻ വേറെ ഹരീഷിനെ കിടില്ല. എനിക്ക് നിന്റെ അടുത്ത് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എനിക്ക് അറിയാലോ നീ വട്ടനാണെന്ന്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഈ റെട്രോ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട പടം അല്ല. ഞാൻ തിയേറ്ററിൽ കണ്ടില്ല പടം, ഞാൻ വീട്ടിലാ കണ്ട. തിയേറ്ററിൽ കാണാൻ പറ്റില്ല എനിക്ക് റെട്രോ, ഞാൻ വീട്ടിലാ കണ്ട. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടാ. ഞാൻ ആരുടെ റിവ്യൂ ഒന്നും കാണാതെ കണ്ടോണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പടം. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ അത്രയ്ക്ക് മോശം പറയാനൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഒത്തിരി നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വട്ടം കാണാനൊക്കെ ഉണ്ട്, കാണാനൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ ഞാൻ വലിയ സംഭവം എന്ന് പറയാനില്ല, പക്ഷെ ഒത്തിരി ശോകം പറയാനുള്ളതൊന്നും എനിക്ക് തോന്നിയില്ല. അല്ല ഞാൻ നിങ്ങളുടെ മസ്റ്റ് വാച്ച് എന്നൊന്നും പറയത്തില്ല, എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറയാം. എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇതായിട്ട് തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വട്ടം കാണാനൊക്കെ നല്ലതാ. ഇവൻ 3D ചെയ്ത് ഇവൻ ഏതെങ്കിലും എവിടെ വരെ രക്ഷപ്പെട്ടു പോയിട്ടാ. ഇവൻ ബ്ലെൻഡർ പഠിച്ചു കേട്ടാ. ഇവൻ അവിടെ ഇരുന്ന് ബ്ലെൻഡർ പഠിച്ച് അണ്ണാ ഒന്ന് മാക്സ്. അയ്യോ അതുകൂടെ എടുത്തു പറയണേ. അത് പറഞ്ഞതിന് സ്ഥിതിക്ക് അതുകൂടെ എടുത്തു പറയണം കേട്ടോ. ക്ലൈമാക്സിൽ നാട്ടുകാരെ മൊത്തം കൂടി ഇരുന്ന് ചിരിപ്പിക്കുന്ന ഒരു കുണ്ണ സീൻ ഒഴിച്ചാൽ ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലത്തെ ഒരു സീൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഇരുന്ന് അപ്പുറത്തും ഇപ്പുറത്ത് കണ്ണനെ നോക്കണം. ഞാൻ ഒരാൾ ചിരിക്കുന്നു, വഴിയെ പോണി എരുമ, പട്ടി, അണ്ണ, പാമ്പ് വരെ ചിരിക്കണ് പടത്തില്. അത് മാത്രമുള്ള എനിക്ക് ഇഷ്ടപ്പെടാൻ. സത്യം പറ, അത് പറയാതിരിക്കാൻ വയ്യ. അത് പ്രത്യേകം എടുത്ത് പറയണ ഒരു കാര്യമാണ്. അത് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. ആ സീൻ മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്, വേറെ ഒന്നുമില്ല. RGV ആർട്സ് കൊള്ളാടാ, കൊള്ളാം, നൈസാണ്, അടിപൊളിയാണ് ബ്രോ. ഇതല്ലേ അത്? ഹാപ്പി ബർത്ത്ഡേ ഉമ്മ, ഏലിയൻ ബാബു സേട്ട്. മനസ്സിലായില്ലല്ലേ? ഇത് ഏലിയൻ ആണോ ഇത്? ഓ ശരിയല്ലേ, അവളെ പോലെ ഇരിക്കണല്ലേ. എടാ ഇത് ബാബുവിന്റെ വൈഫിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ആണ്, മനസ്സിലായ? ഓ സത്യം രണ്ടുപേരും ഒരുപോലെ ഇരിക്കണ് അല്ലടാ. പിന്നെ വല്ല പറഞ്ഞു അലീനയാണ് അണ്ണാ അതൊന്ന്. ഓ അടുത്ത ചാറ്റില് ഇവനെയൊക്കെ ചാട്ടവാറിനടിക്കണോ ഇവനെയൊക്കെ? വാട്ട് ഇഫ് മത്തായിച്ചൻ വാസ് ടിപ്പിക്കൽ മലയാളി തന്ത? പപ്പയോട് പറയാൻ മാത്രം എന്തെങ്കിലും ആയിന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ കുറച്ച് ദിവസമായി ഞാൻ ഡിസ്റ്റർബ്ഡാ. അവനോട് എനിക്ക് എന്തോ അതിനെ ഇഷ്ടമെന്നൊക്കെ പറയാവോ? പട്ടിക്കൊലയാടി മോളെ, പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ടും മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിന്ന് ഞരങ്ങുവാ. പേഴ്സണലായിട്ട് പറയുവാ അവന്റെ. When she asked if that was your best experience, but you witnessed this masterpiece. എന്തായിരുന്നല്ലേ തിയേറ്ററില്? ഇത് മറക്കാൻ പറ്റില്ലേ? ഒറിജിനൽ എടുത്ത് സത്യല്ലേ എന്ത് രസമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ ആളെ? എന്ത് കിടിലായിരുന്നു എന്റെ അമ്മോ. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയതാണ്. ഇപ്പൊ ആൾക്കാർ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇത് കണ്ടിട്ട് ഇത് ക്രിഞ്ചെന്നും ഇതൊക്കെ പറയും. പക്ഷെ അന്ന് ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലേ എന്റെ അമ്മോ. അത് ബോറടിക്കുക എടുത്ത് കാണും.
നിവിൻ പോളിയുടെ പ്രൈം പറയാതിരിക്കാൻ വയ്യായിരുന്നു അത് ആ ടൈമിലേടാ. ബ്രോ ഇതെന്നെ അനിയൻ വരച്ചതാണ് നിവിൻ പോളി. അമ്മോ, അതുകൊണ്ടോ? ഒന്നോ എന്ത് ഡീറ്റെയിലിംഗ് അളിയാ. അഭിജിത്ത് ABZ. ആ ഞാൻ കണ്ടേ നിവിൻ LC-യിൽ കേറിയല്ലേ? വിഷയം. നിവിൻ LC-യിൽ കേറിയടാ രഘുലേ. ഓ ഓക്കെ ഓക്കെ അളിയാ. LC എന്താടാ? ആംബുലൻസ്. LC എന്താടാ രഘുലേ? ആരോട് പറയാൻ? ഹാർഡ് വർക്ക് സന്തോഷമുണ്ടത്. എനിക്ക് LC-യിൽ കേറുന്ന പറഞ്ഞപ്പോ നീ LC-യിൽ കേറുന്ന LCU അളിയ LCU. ആ പറ പറ. LC മറ്റേ നമ്മളുടെ ലോകേഷ് ലോകേഷ്. അത് ആ ഇതില് കയറി. LCU എനിക്ക് മനസ്സിലായില്ലേ. LC എന്ന് മാത്രം തന്നെ എനിക്ക് കേട്ട്. ഓ ആണല്ലേ? LCU യു പറഞ്ഞപ്പോ കമന്റിലോടാ അത്ര സമയം എടുത്തല്ലേ? സത്യാണ് യു. പിന്നെ അറിഞ്ഞൂടെ ഹോസ്പിറ്റലൊക്കെ ഉള്ളത്? അതൊക്കെ അറിയായിരിക്കും അത്.